പിണറായിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച KS ഹംസയാണ് CPM-ലെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി. വിചിത്രമായില്ലേ? പിണറായി വിജയന്റെ കുഞ്ചിന് പിടിക്കണമെന്ന് പറഞ്ഞ ആളെയാണ് മഞ്ചേരിയിലെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം അതിൻ്റെ മറ്റൊരു വശം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൻ്റെ ഭരണശിലാ കേന്ദ്രത്തെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്നും കേരളത്തിലെ 3.25 കോടി ജനങ്ങളും ഇത് നാണക്കേടാണെന്നും ഹംസ നേരത്തെ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാണ്. അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ ലീഗിൽ നിന്ന് 2023 പുറത്താക്കപ്പെട്ടയാളാണ് ഇദ്ദേഹം. CPM-ന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇത് കാണിക്കുന്നത്. ഹംസ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നതാണ് വസ്തുത. അതിൽ ഇപ്പോഴും ഹംസ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് ഞങ്ങൾക്കറിയേണ്ടതൊരു കാര്യം. ഇത്തരമൊരു സ്ഥാനാർത്ഥിയെ ചുമക്കാൻ CPM തുടർന്നും തയ്യാറാണോ എന്ന് CPM-ഉം വ്യക്തമാക്കണം. ഹംസയെ പോലെ ഒരാളെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ഇത്രയും അപമാനിച്ച ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ CPM തയ്യാറാണോ? ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ CPM എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പൊന്നാനിയിലെ 4 CPM PDP-യുമായി ചേർന്ന് നടത്തിയ രാഷ്ട്രീയ പരീക്ഷണം 8 നിലയിലെ പൊട്ടിയതിൻ്റെ തനി ആവർത്തനമാണ് 2024-ലും ആവർത്തിക്കാൻ പോകുന്നത്.